ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെയിലേറ്റിട്ട് വന്ന കറുത്ത പാടും കരിവാളിപ്പെല്ലാം ഉണ്ടല്ലോ, അത് നമ്മുടെ മുഖത്തും ഉണ്ടാവും. അതേപോലെ തന്നെ കൈ കാല് ഡ്രൈവെല്ലാം ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കറുത്ത പാട് വരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും എന്താ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 ടീസ്പൂണ് പച്ചരിപ്പൊടിയാണ്. വറുക്കാത്ത പച്ചരിപ്പൊടി എടുക്കുക, ഫൈനായിട്ട് പൊടിച്ചത്. 1 ടീസ്പൂണ് പൊടിച്ച പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ. പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് നല്ലോണം പിഴിഞ്ഞെടുത്താൽ നമുക്ക് നല്ല കട്ടിക്കുള്ള പുളിവെള്ളം കിട്ടും. അതൊരു 2 ടീസ്പൂൺ. പുളിവെള്ളം മാത്രമേ എടുക്കാവും കേട്ടോ. അതൊരു 2 ടീസ്പൂൺ എടുക്കുക. ഓവറായിട്ട് എടുക്കരുത്. കാരണം നിങ്ങളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പുളിവെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കുറക്കണം. ഓവറായിട്ട് ഇടരുത് കേട്ടോ. പുളിവെള്ളം, ചെറുനാരങ്ങ നീര് ഇതെല്ലാം ഓവറായിട്ട് നമ്മളെ മുഖത്തേക്ക് ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഡയറക്റ്റ് ഒരിക്കലും ഇടാൻ പാടില്ല. എന്തിൻ്റെങ്കിലും കൂടെ ആഡ് ചെയ്തിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാല് സാധാരണ തിളപ്പിക്കാത്ത പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. അത് നമ്മുടെ പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയും പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുളി നമ്മുടെ മുഖത്തേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അളവ് കുറച്ചെടുക്കണം. നമ്മുടെ കയ്യിലും കാലിലെല്ലാം ഇടുന്ന സമയത്ത് അത് കുറച്ച് അളവ് കൂടിപ്പോയാലോ ഒന്നും സാരമില്ല. പുളി, അതേപോലെ തന്നെ ഈ ടൊമാറ്റോ, പിന്നെ ചെറുനാരങ്ങ ഇതെല്ലാം ഡയറക്റ്റ് ഫേസിലേക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യുന്നത് വലിയ നല്ലതല്ല. അപ്പോൾ അത് എന്തിൻ്റെങ്കിലും സാധനത്തിൻ്റെ കൂടെ ഇതേപോലെ പാക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അതും ഓവറായിട്ട് ഇടരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കൈക്കെല്ലാം നമ്മൾ ബൈക്കെല്ലാം ഓടിക്കുന്നവർക്കാണെങ്കിൽ കൈക്കും കാലിനെല്ലാം നല്ല കറുപ്പ് നിറം ഉണ്ടാവും. അത് ജന്മന അവർക്ക് കറുത്തതായിരിക്കില്ല. അത് വെയിൽ കൊണ്ടിട്ട് കരിവാളിപ്പ് വന്നതായിരിക്കും. അതേപോലെ തന്നെ മുഖത്തും എവിടെയാണോ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം നന്നായി ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തതിന് ശേഷം നല്ല കട്ടിക്ക് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റ് നന്നായിട്ട് എത്ര മിനിറ്റ് നിങ്ങൾക്ക് മാക്സിമം മസാജ് കൊടുക്കാൻ പറ്റുമോ, മിനിമം 2 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയിൽ തന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്യണം. അതിനുശേഷം അത് ഡ്രൈ ആകുന്നത് വരെ നന്നായിട്ട് വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കൈ കളയാം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയാലും കണ്ടോ, അത് കംപ്ലീറ്റ് അങ്ങ് സ്കിൻ അബ്സോർബ് ചെയ്ത പോലെയായി. ആ ഒരു സമയത്ത് കൈയും കാലിലും നമ്മൾ അപ്ലൈ ചെയ്തത് ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. മുഖത്ത് ഇതേപോലെ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ വെള്ളം കൊണ്ട് ഇതേപോലെ അങ്ങ് കഴുകിക്കളയുക. നല്ലോണം കഴുകുന്ന സമയത്ത് തന്നെ ആ ഒരു കരിവാളിപ്പിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു കരിവാളിപ്പ് അപ്പം തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് നിങ്ങൾ കയ്യിലും കാലിലാണെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം. പക്ഷേ മുഖത്ത് നിങ്ങൾ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട കേട്ടോ. മുഖത്ത് നിങ്ങൾ ഒരു ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രമേ നിങ്ങൾക്കിത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ആ ഒരു സമയത്ത് നല്ലൊരു ഗ്ലോ ഉണ്ടാകും കേട്ടോ. ഇത് പെർമനൻറ്റ് റിസൾട്ട് നിങ്ങളെ കയ്യിലും കാലിലും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം. മുഖത്ത് നിങ്ങൾക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുളിവെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് നല്ല നിറം തിളക്കവും കിട്ടാനും സഹായിക്കുന്ന നല്ലൊരു പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അരിപ്പൊടിയും പിന്നെ എന്താ പറയുക, ഈ പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കും. അതേപോലെ ഈ പഞ്ചസാര നമ്മുടെ ഡെഡ് സെൽസിനെല്ലാം മുഖത്തുനിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അല്ലാണ്ട് ഇത് അങ്ങനെ ചെയ്താൽ പറ്റുമോ, ഇങ്ങനെ ചെയ്താൽ പറ്റുമോ എന്നുള്ള ഡൗട്ടുള്ളവർ ഞാൻ ഈ പറഞ്ഞതെല്ലാം അനുസരിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.